നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. താൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇഷ്ടദൈവത്തിന്റെ പേര് പറയാൻ കഴിയാത്തത് ഗതികേടെന്നും തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കളക്ടറുടെ നിലപാട് അസംബന്ധമെന്ന് BJP വിമർശനത്തിനോട് പ്രതികരിക്കാനില്ലെന്ന് കളക്ടർ. സുരേഷ് ഗോപിയുടെ നടപടി ചട്ടലംഘനം തന്നെയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കളക്ടർമാരെ മാതൃകാ പെരുമാറ്റച്ചട്ടം പാർട്ടികൾ പഠിപ്പിക്കേണ്ടെന്നും ടിക്കാറാം മീണ. പ്രതിപക്ഷ നേതാവിന്റേത് നാടിന് വിരുദ്ധമായ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനെപ്പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ കനേഡിയൻ പെൻഷൻ ഫണ്ടിനെ എതിർക്കില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. വലിയ നോമ്പിനോടനുബന്ധിച്ചുള്ള പാലയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്ന വിശ്വാസ സഹസ്രങ്ങൾ. മതേതരത്വമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഭക്തിലഹരിയുടെ ചെമ്പട്ടണിഞ്ഞ് ശ്രീകുരുമ്പക്കാവ്. രൗദ്രഭാവങ്ങളുമായി ഉറഞ്ഞെത്തിയ കോമരങ്ങൾ കാവ് തീണ്ടി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പാർട്ടിയുമായി ആലോചിച്ച് കളക്ടറുടെ നോട്ടീസിന് ഉചിതമായ മറുപടി നൽകുമെന്നും തൃശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ചട്ടലംഘനം നടത്തിയതിന് വിശദീകരണം നൽകണമെന്ന കളക്ടറുടെ നോട്ടീസിനെ സംബന്ധിച്ച് ഒളരിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അതൊക്കെ പാർട്ടി നോക്കിക്കോളും. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതവിടെ ബോധ്യപ്പെടുത്തും. ആ നോട്ടീസിന് മറുപടി കൊടുക്കും. എൻ്റെ അയ്യൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പരിശോധിച്ചോളൂ. പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല. അത് നോട്ടീസിനുള്ള മറുപടിയാണ്. ഒഫീഷ്യലായിട്ട് നോട്ടീസിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതും പാർട്ടി പരിശോധിക്കും. എന്ത് ജനാധിപത്യമാണിത്? ജനങ്ങൾ ഇതിനും കൈകാര്യം ചെയ്യും. ഇഷ്ടദൈവത്തിന്റെ പേര് പറയാൻ കഴിയാത്തത് ഭക്തന്റെ ഗതികേടാണ്. അയ്യനെന്ന വാക്കിന്റെ അർത്ഥം ആവശ്യമുള്ളവർ പരിശോധിക്കണം. ഇതാണോ ജനാധിപത്യമെന്നും ഇതിന് ജനം മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒളരി മേഖലയിലെ വിവിധയിടങ്ങളിൽ സുരേഷ് ഗോപി പ്രചരണം നടത്തി. അതേസമയം സുരേഷ് ഗോപിയുടെയും BJPയുടെയും വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും കളക്ടർ TV അനുപമ വ്യക്തമാക്കി. തന്റെ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്നും കളക്ടർ വിശദീകരിച്ചു. സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയെന്ന കളക്ടറുടെ നിലപാട് അസംബന്ധമെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളക്ടറുടെ നോട്ടീസിന് ഇന്ന് തന്നെ മറുപടി നൽകും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വരവേൽപ്പിൽ പിണറായിയും കോൺഗ്രസും അമ്പരന്നിരിക്കുകയാണ്. തമിഴിലും പാലിയിലും അയ്യൻ എന്ന വാക്കിന്റെ അർത്ഥം അച്ഛൻ, ചേട്ടൻ, ഭിക്ഷു എന്നൊക്കെയാണ്. നവോത്ഥാന മതിലിൽ പങ്കെടുത്ത കളക്ടർ പിണറായി സർക്കാരിന് ഓശാന പാടുകയാണെന്ന് തെളിയിച്ചയാളാണ്. സർക്കാരിന്റെ ദത്തുപുത്രിയാകാൻ ശ്രമിക്കുകയാണ് കളക്ടർ. ശബരിമല വിഷയം BJPയുടെ പ്രചരണ വിഷയം തന്നെയാണ്. കളക്ടറോ കമ്മീഷണറോ തടയാൻ ശ്രമിച്ചാലും തങ്ങളത് ജനമധ്യത്തിൽ ഉയർത്തുക തന്നെ ചെയ്യുമെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ ദാസ്യപ്പണിയാണ് ഈ കളക്ടർ ചെയ്യുന്നത്. നവോത്ഥാന മതിലിൽ പങ്കെടുത്ത് ഞാൻ പിണറായി വിജയന്റെ ഓശാന പാടുന്ന കളക്ടറാണെന്ന് പ്രഖ്യാപിച്ചതാണ്. ശബരിമല വിഷയം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രചരണ വിഷയം തന്നെയാണ്. അത് തടയാൻ കളക്ടർക്കല്ല ഒരാൾക്കും കഴിയില്ല. TCV തൃശൂർ. അയ്യപ്പനാമത്തിൽ വോട്ട് തേടിയ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ നടപടി ചട്ടലംഘനം തന്നെയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കളക്ടർ സ്വന്തം ജോലിയാണ് ചെയ്തത്. അത് അവർക്ക് നന്നായി ചെയ്യാനറിയാം. അവരെ ചട്ടം പഠിപ്പിക്കേണ്ടതില്ല. കളക്ടർക്കെതിരെ സംസാരിച്ച സുരേഷ് ഗോപിയുടെ നടപടി കുറ്റകരമാണെന്നും ടിക്കാറാം മീണ പറഞ്ഞു. കളക്ടർമാരെ മാതൃകാ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കേണ്ട കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്കില്ലെന്നും മീണ പറഞ്ഞു. അതേസമയം വിമർശനത്തിനോട് പ്രതികരിക്കാനില്ലെന്ന് കളക്ടർ TV അനുപമ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിന്റേത് നാടിന് വിരുദ്ധമായ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചേലക്കരയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിനെപ്പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ കനേഡിയൻ പെൻഷൻ ഫണ്ടിനെ എതിർക്കില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. RBIയുടെ അനുമതിയോടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസനത്തിനായി ഇറക്കിയ മസാല ബോണ്ടിനെ ആദ്യം എതിർത്തത് പ്രതിപക്ഷ നേതാവായിരുന്നു. അവരുടെ നിക്ഷേപം അനേക രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തുമുണ്ട്. ഇതിനെയാണ് പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത്. ഈ ഫണ്ട് സമൂഹത്തിലെ സർവ്വതല സ്പർശിയായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഇതിന്റെ നേട്ടം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും NR ബാലൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു.
CPM-നെ കുറിച്ച് ഒന്നും പറയാനില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തോട് CPM-ന് പറയാനുള്ളത് ഒരു സൗജന്യവും വേണ്ട എന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് ഓട്ടുപാറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെക്കേ ഇന്ത്യയിൽ BJP-യെ തകർക്കാൻ എന്ന ന്യായത്തോടെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി BJP സ്ഥാനാർത്ഥി പോലുമില്ലാത്ത സ്ഥലത്താണ് മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. BJP-യും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും തമ്മിൽ യാതൊരു വ്യത്യാസവും തങ്ങൾ കാണുന്നില്ല മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വീകരണ ചടങ്ങിൽ മന്ത്രി AC മൊയ്തീൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, K രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വലിയ നോമ്പിനോടനുബന്ധിച്ച് അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലിയൂർ തീർത്ഥാടനത്തിൽ വിശ്വാസ സമൂഹം അണിചേർന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടന പദയാത്ര ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് പദയാത്രയുടെ സമയക്രമത്തിൽ ഇത്തവണ മാറ്റം വരുത്തിയിരുന്നു. 2 ഘട്ടങ്ങളിലായാണ് പാലിയൂർ തീർത്ഥാടനം സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിലെ തീർത്ഥയാത്രയെ റക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി, ഫാദർ സിൻഡോ പൊന്തേക്കൻ, ജോയ് ചിറമൽ, CG ജെയ്സൺ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ദിവ്യബലി നടന്നു. 2ാം ഘട്ട പദയാത്ര പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം പാലിയൂരിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മതങ്ങളെ സ്വാഗതം ചെയ്ത മതേതരത്വമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. 22ാമത് പാലിയൂർ മഹാതീർത്ഥാടനത്തിന് സമാപനം കുറിച്ചു നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ മറ്റൊരു രാജ്യം ലോകത്തില്ല. തീർത്ഥാടനം ഒരർത്ഥത്തിൽ സത്യപ്രതിജ്ഞയാണ്. തീർത്ഥാടനത്തിലൂടെ നാം ഏറ്റുപറയുന്നത് ജീവിക്കുന്ന വിശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിരൂപത മുൻ മെത്രോപൊലിത്ത മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റജീന വിശ്വാസപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ തിരുശേഷിപ്പ് ആശീർവാദം നടത്തി. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽമാരായ ജോസ് വല്ലൂരാൻ, തോമസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ അശ്വതിക്കാവ് തീണ്ടി. അരമണിക്കിലേക്ക് ഉറഞ്ഞു തുള്ളുന്ന ചെഞ്ചേലയൊടുത്ത കുരുമ്പക്കാവിൽ ആയിരങ്ങളാണ് അശ്വതിക്കാവ് തീണ്ടാനെത്തിയത്. ഭക്തിയുടെ നിറം ചോര ചുവപ്പാണെന്ന് വീണ്ടും വീണ്ടും പള്ളിവാളാൽ എഴുതി ചേർത്ത അശ്വതി നാളിൽ കുരുമ്പക്കാവ് വീണ്ടും യുദ്ധക്കളമായി. മനസ്സിലെ മുറിവുണക്കുന്ന വിശ്വാസം കണക്കെ തിരുനെറ്റിയിലെ ചുടുചോരയിൽ അനുഗ്രഹമായി വന്നു ചൊരിയുന്ന മഞ്ഞൾപ്പൊടിയുടെ ഗന്ധം കലിയുടെ മൂർധന്യത്തിൽ സ്വയം സമർപ്പിച്ച് അമ്മയുടെ മടിത്തട്ടിൽ കോമരങ്ങൾ അഭയം തേടി. കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ രാമവർമ്മ രാജ പല്ലക്കിൽ എഴുന്നള്ളിയതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. മുഴുവൻ പതിവ് പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിലൊഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്ത് പൂജ തുടങ്ങി. കുന്നത്തുമഠം, നീലത്തുമഠം, മീത്തിൽമഠം എന്നീ 3 കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തേയ വിധിപ്രകാരമുള്ള പൂജ നിർവഹിച്ചത്. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്ത് എന്നാണ് വിശ്വാസം. 7.5 നാഴിക നീണ്ടുനിന്ന പൂജയിൽ കരിക്കിൻ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട തെറ്റാതെ കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്ദന ചാർത്ത് പൂർത്തിയായി. ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. ഈ സമയം ക്ഷേത്രാങ്കണത്തിലെ അവകാശത്തറകളിൽ ആയിരങ്ങൾ അടക്കിപ്പിടിച്ച ആവേശവുമായി കാത്തുനിൽപ്പായിരുന്നു. വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കോയ്മ പട്ടുകുടയുയർത്തി പാലക്കവേലൻ ദേവിദാസൻ ആദ്യം കാവു തീണ്ടി. നിമിഷാർദ്ധത്തിന്റെ വ്യത്യാസത്തിൽ ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കുരുമ്പക്കാവിലെ വലം വെച്ചു. 3 വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണിനാളായ തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും.
TCV കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം കച്ചേരി വളപ്പിൽ പഴയ ട്രഷറി കെട്ടിടത്തോടനുബന്ധിച്ചുള്ള കോടതിയിലെ തൊണ്ടി മുതൽ സൂക്ഷിച്ച റൂമിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുന്നു. മുറിയിലുണ്ടായിരുന്ന രേഖകളും അനുബന്ധ സാധനങ്ങളും നഷ്ടപ്പെട്ടതായി മജിസ്ട്രേറ്റ് JB കുര്യാക്കോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ്, ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മുറിയുടെ താഴ് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പൂട്ട് പൊളിച്ചുവെന്നും തൊണ്ടി മുതൽ കവർന്നുവെന്നും പറയുന്നത് ശരിയല്ലെന്നും എല്ലാ രേഖകളും ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ പറഞ്ഞു. തൊണ്ടിമുറി ഉൾപ്പെടുന്ന താലൂക്ക് റെക്കോർഡ് കെട്ടിടം 8 മാസങ്ങൾക്ക് മുൻപ് തഹസിൽദാർ ദേവസ്വത്തിന് കൈമാറിയതാണ്. തുടർന്ന് കെട്ടിടം പൊളിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി പരസ്യം നൽകിയാണ് ലേല നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. കോടതിയുടെ ഭാഗത്തു നിന്നും ആരും ഇതുവരെ താലൂക്ക് റെക്കോർഡ് കെട്ടിടത്തിൽ തൊണ്ടിമുറിയുടെ വിഷയം രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു. അതേസമയം മജിസ്ട്രേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോഷണക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെന്ന് ഇരിങ്ങാലക്കുട CI നിസാം അറിയിച്ചു. എഴുത്തച്ഛൻ സമാജം ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ഡോക്ടർ TS സുന്ദരമേനോൻ മുഖ്യാതിഥിയായിരുന്നു. എഴുത്തച്ഛൻ എഡ്യൂ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ, സമാജം ജില്ലാ സെക്രട്ടറി PR ബാലൻ, PA ബാലൻ, N ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെയും മികച്ച പ്രതിഭകളെയും ആദരിച്ചു. കേരള വിധവാ സംഘം 8ാമത് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന സമ്മേളനം സംഘം സംസ്ഥാന ബോർഡ് ചെയർമാൻ TN രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘം ജില്ലാ പ്രസിഡന്റ് സുലേഖ അനിരുദ്ധൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കൗസല്യ രാമൻ, സംസ്ഥാന സെക്രട്ടറി രജനി ഉദയൻ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ D സന്തോഷ് കുമാർ, സംസ്ഥാന വൈസ് ചെയർമാൻ ശിവദാസ് പൂളത്തൊടി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവ വേദിയിലെ ആദ്യ നാടകം ചക്കരപ്പന്തൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഒറ്റയാൾ നാടകം അരങ്ങേറിയത്. സാധാരണക്കാരന്റെ ജീവിതത്തെ നാടൻ ഭാഷയിൽ ഹൃദ്യമായും സരസമായും അനുഭവിപ്പിക്കുകയാണ് ചക്കരപ്പന്തൽ. അപ്പുണ്ണി ശശി എന്ന അതുല്യ പ്രതിഭയാണ് നാടകം അവതരിപ്പിച്ചത്. സമൂഹത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന ജീവിതത്തെ 4 കഥാപാത്രങ്ങളിലൂടെ ലളിതമായി അവതരിപ്പിക്കുകയാണ് അപ്പുണ്ണി ശശി. മെരുങ്ങാത്ത ഒരു പശുവിന്റെ കയറിൽ പിടിച്ചു വലിച്ച് ക്ഷീണിതയായി എത്തുന്ന മാളുവമ്മയിൽ തുടങ്ങുന്നു ശശിയുടെ പകർനാട്ടം. നേരിയ ചമയങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കണ്ണുകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയുമാണ് മാളുവമ്മ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പ്രായമേറിയ ദാരിദ്ര്യത്തിൽ ആഴ്ന്ന കണ്ണുകൾ ചിലപ്പോഴൊക്കെ നിറഞ്ഞത് പ്രേക്ഷക ഹൃദയത്തിലും നനവ് വീഴ്ത്തി. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് ചക്കരയുടെ പരുക്കനായ ആങ്ങളയായി അപ്പുണ്ണി ശശി ഒറ്റക്കണ്ണന്റെ ക്രൗര്യവുമായി മുന്നിലെത്തപ്പെട്ടത്. നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന പ്രായമേറിയ സ്ത്രീയിൽ നിന്നും ഉറച്ച കാൽവയ്പുകളുമായി എത്തുന്ന ആരോഗ്യവാനായ ചെറുപ്പക്കാരനിലേക്കുള്ള വേഷപ്പകർച്ച അപ്പുണ്ണി ശശിയുടെ അഭിനയ പാടവം വിളിച്ചോതുന്നതായിരുന്നു. വിവാഹപ്രായം കഴിഞ്ഞ ചക്കര എന്ന യുവതിയാണ് കഥയുടെ കേന്ദ്രബിന്ദു. സ്ത്രീ സഹജമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ദുഃഖങ്ങളും എല്ലാമായി മുൻപിലെത്തുമ്പോൾ അഭിനേതാവ് ഒരു പുരുഷനാണ് എന്ന കാര്യം വിസ്മരിക്കപ്പെടുന്നു. ചക്കരയുടെ കണ്ണുകളിൽ വഴിയുന്ന നാണവും നിറയുന്ന ദുഃഖവും വിടരുന്ന സ്വപ്നങ്ങളും കാണികളെ അത്ഭുതപ്പെടുത്തി. വ്യത്യസ്തനായ അല്പം ഹാസ്യഭാവം കലർന്ന പുരുഷ കഥാപാത്രമായിട്ടാണ് വെട്ടുകാരൻ കരുണൻ എത്തുന്നത്. തന്റെ അഭിനയ പാടവം കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത വിധം ആഴ്ന്നിറങ്ങുന്നത് കൂടാതെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അപ്പുണ്ണി ശശി. ശിവദാസ് പൊയിൽക്കാവ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നതും അപ്പുണ്ണി ശശിയാണ്. നാടകത്തിന്റെ അണിയറ ശില്പികളിൽ നിധീഷ് പൂക്കാടും പ്രകാശൻ തിരുവങ്ങൂരും ഉൾപ്പെടുന്നു. ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തിൽ മേൽവിലാസമുണ്ടാക്കിയ അപ്പുണ്ണി ശശിയുടെ ഏകാംഗ പ്രകടനമാണ് നാടകത്തിന്റെ മികവ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ജനവിധി 2019. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VIP വോട്ടറായിരുന്ന ലീഡർ K കരുണാകരൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമാവുകയാണ്. 2009 തെരഞ്ഞെടുപ്പിൽ കരുണാകരനും അന്നത്തെ റവന്യൂ മന്ത്രിയുമായിരുന്ന KP രാജേന്ദ്രനും പോളിംഗ് ബൂത്തിൽ നടത്തിയ സൗഹൃദ സല്ലാപം തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. 2009 ഏപ്രിൽ 16 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ കരുണാകരനെ അതേ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി KP രാജേന്ദ്രൻ കണ്ടുമുട്ടിയത് വിവാദവും ചരിത്രവുമായി മാറി. KP രാജേന്ദ്രന് തോന്നിയ നിർദോഷമായ കുസൃതിയാണ് അന്ന് വിവാദമായത്. ലീഡറെ കണ്ട് പിരിയുന്ന വേളയിൽ
അന്നത്തെ LDF സ്ഥാനാർത്ഥിയായ CN ജയദേവനെ ഉദ്ദേശിച്ച് ജയദേവന്റെ കാര്യം മറക്കേണ്ട എന്ന KP രാജേന്ദ്രന്റെ തമാശയാണ് വിവാദമായത്. ഇരുകൂട്ടരും ചിരിയോടുകൂടിയാണ് അത്തരമൊരു തമാശ ഏറ്റെടുത്തതെങ്കിലും KP രാജേന്ദ്രൻ ഈ വിഷയത്തിൽ ശരിക്കും പുലിവാല് പിടിക്കുകയായിരുന്നു. പോളിംഗ് ബൂത്ത് പരിസരത്ത് പ്രചാരണമോ വോട്ടർമാരെ സ്വാധീനിക്കലോ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് ചട്ടം റവന്യൂ മന്ത്രി തന്നെ പരസ്യമായി ലംഘിച്ചുവെന്ന വാർത്ത വിവാദമായി മാറി. എതിരാളിയായ PC ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റായിരുന്ന PA മാധവൻ ഇതു സംബന്ധിച്ച് പരാതി നൽകിയതോടെയാണ് കളി കാര്യമായത്. കോൺഗ്രസ് പാർട്ടി വിട്ട് DIC രൂപീകരിക്കുകയും LDFനൊപ്പം ചേരുകയും പിന്നീട് NCPയിലേക്ക് കൂടുമാറുകയും തുടർന്ന് മാതൃസംഘടനയിലേക്ക് ലീഡർ തിരികെയെത്തുകയും ചെയ്ത വേളയിലായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് KP രാജേന്ദ്രന്റെ വിവാദ പരാമർശമുണ്ടായത്. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. 15 ലക്ഷം തള്ളിത്തരുമെന്ന് പറഞ്ഞു നടക്കുന്ന എതിർകക്ഷിയിലുള്ളവർ മലയാളികൾക്ക് അപമാനമാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃത്തല്ലൂരിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ പാർട്ടിയിൽ 15 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞു നടക്കുന്ന പ്രാസംഗികനും അയാളെ പിന്തുണയ്ക്കുന്നവർക്കും ഒരു വരി കൂടി ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിച്ച സുരേഷ് ഗോപി തന്റെ സിനിമയിലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന ഡയലോഗ് ആവർത്തിച്ചത് പ്രവർത്തകർക്ക് ആവേശമായി. നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നവരിൽ യോഗ്യൻ ഞാനാണെങ്കിൽ നിങ്ങൾ താമര ചിഹ്നത്തിൽ മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അഭ്യർത്ഥിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, രതീഷ് അരിമ്പൂർ, KS ധനീഷ്, KK അനീഷ് കുമാർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെയും BJPയെയും വിമർശിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസിന്റെ ഭക്തി BJPയുടെ മതവർഗീയതയ്ക്ക് സമാനമാണെന്നും രാമചന്ദ്രൻ പിള്ള. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പടിഞ്ഞാറേക്കോട്ടയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാമചന്ദ്രൻ പിള്ള. ജനാധിപത്യത്തിന്റെ അടിത്തറ തകർത്ത BJP നീതിന്യായ വ്യവസ്ഥകളിലും റിസർവ് ബാങ്കിലുമെല്ലാം വൻ ഇടപെടലുകളാണ് നടത്തുന്നത്. റിസർവ് ബാങ്കിനെയും CBIയെയും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. ഇത്തരമൊരു സർക്കാർ ജനാധിപത്യത്തിന് ആപത്താണ്. ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് രാഷ്ട്രീയമായി ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് മേധാവിത്വം സ്ഥാപിക്കാനുള്ള ശ്രമമാണിത്. ഇതിനെ ചെറുക്കാൻ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിലകൊള്ളണം. എന്നാൽ BJPയേക്കാൾ വലിയ ഗോവധ നിരോധനക്കാരായി മാറിയ കോൺഗ്രസ് ഭൂരിപക്ഷ മതവികാരത്തെ അണിനിരത്താൻ ശ്രമിക്കുകയാണ്. ഇത് BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാനുള്ള മതേതര പ്രസ്ഥാനങ്ങളുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകും. ഇതുകൊണ്ട് തന്നെയാണ് നയസമീപനങ്ങളിൽ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രായോഗിക രാഷ്ട്രീയവും BJPക്ക് സമാനമാണെന്ന് പറയാൻ കാരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ഗവൺമെന്റാണ് ജയിച്ചു വരുന്നതെങ്കിൽ സാക്ഷി മഹാരാജ് പറഞ്ഞതുപോലെ നാളെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലേ, പാർലമെന്റ് ഉണ്ടാവില്ല, കോടതി ഉണ്ടാവില്ല, ഭരണഘടന ഉണ്ടാവില്ല. മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടാനോ രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് മതത്തിൽ ഇടപെടാനോ നടക്കുന്ന ശ്രമം ആപത്താണ്. ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കാനും രാഷ്ട്രീയമായി ന്യൂനപക്ഷങ്ങൾക്കെതിരായി കടന്നാക്രമിക്കാനും മേധാവിത്വം ശ്രമിച്ചു പോരുന്നത്. അതിനാണ് ഗോവധ നിരോധനത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ ഏതാണ്ട് BJPയുടെ സമാനമായ നിലപാടാണ് കോൺഗ്രസ് എടുത്തു പോരുന്നത്. ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ ഈ കോൺഗ്രസിനാവുന്നില്ല. CPM ജില്ലാ കമ്മിറ്റി അംഗം KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, KP രാജേന്ദ്രൻ, PK ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. നീ അച്ഛനെ പോലെയാണെന്നാ എല്ലാരും പറയാറ്. എൻ്റെ അതേ പിടിവാശിയാണ് നിനക്കെന്ന്. അച്ഛൻ്റെ ഏറ്റവും വലിയ വാശി എന്താണെന്നറിയോ? നിനക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം എന്ന വാശി. മോളെ, ഇതച്ഛൻ്റെ സെലക്ഷനാ. കാരണം ഒരു മകളാണ് എന്നും അച്ഛൻ്റെ ലോകം. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിലേക്ക്.
തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടപ്രകാരം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരുടെ ജാതിയുടെയും സാമുദായിക വികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ വോട്ട് തേടരുതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ടി വി അനുപമ അറിയിച്ചു. ജാതികൾ, സമുദായങ്ങൾ, മതവിഭാഗങ്ങൾ, ഭാഷാ വിഭാഗങ്ങൾ എന്നിവ തമ്മിലെ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുന്നതോ പരസ്പര വിദ്വേഷമോ സംഘർഷമോ ജനിപ്പിക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുതെന്നും കളക്ടർ അറിയിച്ചു. മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരുടെ പ്രവർത്തകരുടെയും പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്ത സ്വകാര്യ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പാർട്ടികളും സ്ഥാനാർത്ഥികളും വിമർശിക്കരുത്. പരിശോധിക്കപ്പെടാത്ത ആരോപണത്തിന്റെ പേരിലും വളച്ചൊടിച്ചും നടത്തുന്ന വിമർശനങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നതായി കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TCV സംഘടിപ്പിക്കുന്ന പോരാട്ടം സംവാദം തിങ്കളാഴ്ച വൈകിട്ട് 4:30 പുതുക്കാട് സെന്ററിൽ നടക്കും. LDF പ്രതിനിധിയായി KP സന്ദീപും UDF പ്രതിനിധിയായി രാജേന്ദ്രൻ അരങ്ങത്തും BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്തും സംവാദത്തിൽ പങ്കെടുക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം പരിധിയിലുള്ളവർക്ക് സംവാദത്തിൽ പങ്കെടുക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ. മോദി സർക്കാർ ഭരണഘടനാ വ്യവസ്ഥകളെ പിച്ചി ചീന്തിയെന്നും ബേബി ജോൺ. KSFE ജീവനക്കാരുടെ കുടുംബസംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവല ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ അധികാരത്തിലെത്തിയ BJP സർക്കാർ തങ്ങളുടെ യഥാർത്ഥ മുഖമാണ് പിന്നീട് കാണിച്ചത്. ആദ്യം ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാക്കി. ലോകം ചുറ്റും വാലിബനായി നടന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റിനെ മോദി പരിഹസിക്കുകയായിരുന്നു. പാർലമെന്ററി സ്ഥാപനങ്ങളെ കോമാളിക്കളിയാക്കി മാറ്റിയ മോദി ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ കോമാളി നാടകം കളിക്കുകയാണ്. വ്യക്തി കേന്ദ്രീകൃതമായ ഭരണത്തിലൂടെ മോദി സ്വേച്ഛാധിപതിയായി മാറിയെന്നും ബേബി ജോൺ കുറ്റപ്പെടുത്തി. ചെമ്പുക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന സംഗമത്തിൽ KSFE സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PR നവീൻചന്ദ് അധ്യക്ഷത വഹിച്ചു. CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ, KS ജ്യോതിനാഥൻ, MS സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പുതുക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. വടക്കേത്തുറവ്, തെക്കേത്തുറവ്, കാഞ്ഞൂപ്പാടം, ശാന്തിനഗർ, മാട്ടുമല, എടത്തോട്ടുപാടം എന്നിവിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മുൻ മന്ത്രി KP വിശ്വനാഥൻ, മുൻ MLA MP വിൻസെന്റ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM ബാബുരാജ്, DCC സെക്രട്ടറി സെബി കുടിയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഇടവേള കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുക. സമയപരിധി തീർന്നതിന് ശേഷം സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കും. തൃശൂർ മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് സ്വീകരിച്ചത്. 4 പത്രികകൾ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതേസമയം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പൊതുസ്ഥലത്തു നിന്നും സ്വകാര്യ സ്ഥലത്തു നിന്നുമായി 14,242 പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തു. നന്ദിപുലത്ത് കാർ കുഴിയിലേക്ക് മറഞ്ഞു. വരന്തരപ്പള്ളി നന്ദിപുലത്താണ് ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറഞ്ഞത്. നന്ദിപുലം സെന്ററിൽ കെട്ടിട നിർമ്മാണത്തിന് അസ്ഥിവാരം കോരിയ 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്കാണ് കാർ മറഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബൈക്ക് അശ്രദ്ധമായി തിരിച്ചതാണ് അപകടത്തിന് കാരണം. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചേംബർ ദിനാഘോഷം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TR വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റും കല്യാൺ സിൽക്സ് ചെയർമാനുമായ TS പട്ടാഭിരാമൻ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി MK ഫ്രാൻസിസ്, TA ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. താൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇഷ്ടദൈവത്തിന്റെ പേര് പറയാൻ കഴിയാത്തത് ഗതികേടെന്നും തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കളക്ടറുടെ നിലപാട് അസംബന്ധമെന്ന് BJP, വിമർശനത്തിനോട് പ്രതികരിക്കാനില്ലെന്ന് കളക്ടർ. സുരേഷ് ഗോപിയുടെ നടപടി ചട്ടലംഘനം തന്നെയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കളക്ടർമാരെ മാതൃകാ പെരുമാറ്റച്ചട്ടം പാർട്ടികൾ പഠിപ്പിക്കേണ്ടെന്നും ടിക്കാറാം മീണ. പ്രതിപക്ഷ നേതാവിന്റേത് നാടിന് വിരുദ്ധമായ നിലപാടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനെപ്പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ കനേഡിയൻ പെൻഷൻ ഫണ്ടിനെ എതിർക്കില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. വലിയ നോമ്പിനോടനുബന്ധിച്ചുള്ള പാലിയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്ന് വിശ്വാസ സഹസ്രങ്ങൾ. മതേതരത്വമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഭക്തിലഹരിയുടെ ചെമ്പട്ടണിഞ്ഞ് ശ്രീകുരുമ്പക്കാവ്. രൗദ്രഭാവങ്ങളുമായി ഉറഞ്ഞെത്തിയ കോമരങ്ങൾ കാവു തീണ്ടി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കും. നമസ്കാരം.
ചെയ്തു.